അപ്പോൾ ഈദായിട്ട് ഫസ്റ്റ് നമ്മൾ ചോക്കലാലയിൽ വന്നേക്കാണ്. കുറച്ച് ചോക്ലേറ്റ് കഴിച്ചിട്ട് പോവാം. Just close your eyes. Look at me. ഉപ്പില്ല, എരിവില്ല, മുളകില്ല, അതന്നെയല്ലേ എരിവും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈദ് ഡേ ആണ്. ഇന്ന് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റാസക്കമ്മയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിന്റെ ഷർട്ട് കൊള്ളാട്ടോ, നല്ല അടിപൊളി ഷർട്ട്. ഇത് എവിടെ നിന്നാ എടുത്തേ? സീമാസോ എന്തോടാ? ഇത് എവിടെ നിന്നാണ് എടുത്തേ? പറയടാ. നല്ല ഭംഗിയുണ്ട്, നല്ല ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഉണ്ട്. റാസക്കമ്മ കഴിഞ്ഞ ദിവസം വന്നപ്പോ എത്രയാടാ ഫൈൻ കിട്ടിയത്? ഒറ്റ ഫൈൻ. എന്താണെന്ന് പറയട്ടെ, ഇവര് മുക്കിലും മൂലക്കും പുതിയ പുതിയ ക്യാമറാസ് വെക്കുന്നുണ്ട്. പഴയ റോഡ് ആക്ച്വലി 100 km/h ആയിരുന്നു. അപ്പോൾ നമുക്ക് 120 വരെ ഓടിക്കായിരുന്നു. സ്പീഡ് ലിമിറ്റ് അവർ കുറച്ചു. അതാണ് ഞാൻ പഴയ എന്റെ ഓർമ്മകൾ വെച്ചിട്ട് അറ്റാലിക്ക് ഇടും, പണി കിട്ടും. അപ്പൊ ക്യാമറ അടിച്ച് പണി കിട്ടും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫൈൻ നമുക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യൂല. 2 ദിവസം കഴിയുമ്പോ മെസ്സേജ് വരും. ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത്. അതാണ് നമ്മുടെ റാസക്കൈമ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫൈൻ കിട്ടും. ഓ, ആ വീട് കണ്ടോ? അത് നമുക്ക് ഷൂട്ട് ചെയ്യാമോ ഇങ്ങനെയൊക്കെ? കുഴപ്പമില്ലല്ലോ അല്ലേ? പാടില്ല. ഫസ്റ്റ് സ്റ്റോപ്പ് ഈദായിട്ട് ഫസ്റ്റ് നമ്മള് ചോക്കലാലയിൽ വന്നേക്കാണ്. കുറച്ച് ചോക്ലേറ്റ് കഴിച്ചിട്ട് പോവാം. നിബിൻ അല്ലെങ്കിലും ക്ലോസ്ഡ് ആണോ? ഇതൊക്കെ ഇടോട്ടോ, ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യോട്ടോ നിവിൻ. ഈദായിട്ട് കുറച്ച് മധുരം കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചോക്കോലാലയിലാണ് വന്നേക്കുവാണ്. എന്താ കേക്ക് വാങ്ങിക്കണോ ചോക്ലേറ്റ് വാങ്ങിക്കണോ എന്നാണ് നിവിൻ ചോദിക്കുന്നത്. വരുമ്പോൾ തന്നെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സ്വീറ്റ് വാങ്ങിക്കണോ ചോക്ലേറ്റ് വാങ്ങിക്കണോ? താങ്ക് യു. കൺഫ്യൂഷൻ ആയല്ലോ. ഡേറ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, അത്രയും. दूसरे जगह पे देना था, लेकिन वो गाड़ी में रखेगा तो गाड़ी में रखेगा तो गरम में वो जाएगा सीधे. ബൈ. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കഴിഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ വെറുതെ ഇങ്ങനെ തരും കേട്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഇവർ ഫ്രീ ആയിട്ട് തരും. പക്ഷെ ഞാനധികം ടെസ്റ്റ് ചെയ്യൂല. ഞാൻ ഒരു മിഠായി കഴിച്ചുള്ളൂ, കാരണം വെറുതെ ഷുഗർ കയറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്കിനി വീട്ടിൽ പോവാം. ഒരു മിഠായി ഉണ്ടോ? ഞാനൊരു ബൈറ്റ് എടുത്ത് നോക്കട്ടെ. ബോംബ് പോലത്തെ മിഠായി. എടാ കൊള്ളാലോ, നീ കഴിച്ചത്. പിസ്ത നൈസ്, നല്ല മിഠായി. അടിപൊളി. എൻ്റെ പഴയ ഓർമ്മകൾ അയവാർക്കുമായിരുന്നു. അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായി, ഇവിടെ മുടിവെട്ടാട ഉണ്ടായിരുന്നൊക്കെ. പിന്നെ എന്തെങ്കിലും അടിപൊളി. അതെന്താ ഈ ഹോം ബോക്സിൽ കയറണമെന്നാണ് വരുമ്പോ കയറാൻ പറ്റുമോ? ഭയങ്കര സെയിലുണ്ടോ? ഇതുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് അവിടെ സെയിലെന്ന് എഴുതി വെച്ചേക്കുന്നത് കാണും. അത് കഴിച്ച ചോക്ലേറ്റ് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖമില്ലായ്മ പോലെ. ആദ്യത്തെ അടിപൊളിയായിരുന്നു കേട്ടോ. നട്ട്സ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ ഒരു ഷേപ്പും അതൊക്കെ കണ്ടപ്പോൾ തിന്നാൻ ഭയങ്കര ക്രീമായി പോയി. അങ്ങനെ കഴിച്ചതാണ്. ഇപ്പോൾ ഒരു മട്ടിപ്പോലെ പോയി. ഇനി എന്തെങ്കിലും എരിവുള്ളത് കഴിച്ചാലേ റെഡിയാവുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഡെസ്റ്റിനേഷൻ നല്ലല്ലോ പറയണേ. ആദ്യത്തെ വീട്, നമ്മുടെ ആദ്യത്തെ വീടെത്തി.
Very surprised. Just close your eyes. Okay. Okay. Yeah, turn. Look. Where? Look at me. നേരത്തെ കണ്ടത് നിവിൻ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഉള്ള എക്സ്പ്രഷൻ ആണ്ടോ. കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട്, നോക്കട്ടെ. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോൾ ചുറ്റുള്ളതും കാണാൻ പറ്റൂലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇതിന്റെ ബിരിയാണി വന്നതും കഴിച്ചു കഴിഞ്ഞതും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ 4 മണിയുടെ ചായ വരെ എത്തി. ചില സമയത്ത് അങ്ങനെ ഉണ്ടോ, ഞാൻ യൂട്യൂബ് വ്ലോഗ് എടുക്കുന്നുണ്ടെന്ന് പോലും ചില സമയത്ത് എനിക്ക് ബോധം ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനി നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഇന്ന് രാത്രിയിലത്തെ പരിപാടി. നിങ്ങളാണല്ലോ ഇവിടെ കുറേ നേരമായിട്ട് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. എല്ലാവരുടെയും ഈദ് സ്പെഷ്യൽ ബിരിയാണി എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഇവിടെ മട്ടൻ ബിരിയാണിയാണ്. അൺഫോർച്ചുനേറ്റ്ലി റെഡ് മീറ്റ് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ആ ബിരിയാണി മിസ്സായി. പക്ഷേ ഇന്ന് ചിക്കൻ ബിരിയാണി എവിടെ നിന്നെങ്കിലും ഞാൻ കഴിച്ചിരിക്കും, ഈദായതുകൊണ്ട്. റാസൽ ഖൈമയിലോട്ട് ബായ് പറഞ്ഞിട്ട് ഇനി റാസൽ ഖോറിലോട്ട് പോകും. അപ്പം ഇനി റൗണ്ട് 2. പെട്ടെന്നൊരു ക്യുക്ക് സ്റ്റോപ്പ് അഡ്നോക്കിൽ നിർത്തിയിട്ടുണ്ട്. അഡ്നോക്കിൽ ഇപ്പം നിർത്തിയത് കൊണ്ട് ഇനി ചെറുതായിട്ട് വിശപ്പൊക്കെ വരും. ഇൻ ബിറ്റ്വീൻ വിശക്കുന്നുണ്ട്. അപ്പോൾ അഡ്നോക്കിൽ കയറി എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകാം. നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. എന്താണ് ചിക്കൻ ടിക്ക ഒരെടുത്തൊക്കെ ചൂടാക്കി തരുമോയെന്ന് ചോദിക്കട്ടെ. ഇതിൽ ഒരു ഡ്രിങ്ക് എടുത്ത് ഞാൻ ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ട്. ചൂടാക്കിയിരിക്കാം സാൻഡ്വിച്ച്. നല്ല വിശപ്പുണ്ടായി, കാരണം എനിക്ക് ഉച്ചക്ക് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. മട്ടൻ ബിരിയാണി ആയതുകൊണ്ട്. ഇപ്പോൾ ചിലനോടത്ത് ചിക്കൻ ബിരിയാണി ഉണ്ടെന്നാണ് കേട്ടത്. കണ്ട നല്ല എനിക്കിഷ്ടായില്ല. ഉപ്പില്ല, എരിവില്ല, ഒന്ന് മുളകില്ല. അതന്നെയല്ലേ എരിവും. എനിക്കിഷ്ടായില്ല. ജസ്റ്റ് എന്തോ ഒരു പ്ലെയിൻ ക്രീമില് ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ആയിരുന്നു. എടാ സോറി ചേട്ടാ, ഞാൻ കറക്റ്റായിട്ട് ക്യാമറയുടെ മുന്നിൽ തന്നെ വിട്ടു. ഓഹോ വാവ്. ഫോണ് ഈ ഫൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടും കേട്ടോ. ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ഒന്ന് ആരാണ് ഇതിന് പേരിട്ട്? ആ ചേട്ടനൊന്ന് കാണാനുണ്ട്. ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്, ചിക്കനും ഇല്ല. അതിനും മാത്രം ലെക്റ്റ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിക്കട്ടെ. നമ്മളിപ്പോൾ രണ്ടാമത്തെ വീട്ടിൽ പോണതിന് മുന്നേ നമ്മൾ വീണ്ടും ഒരു ലേ ചോക്ലേറ്റിൽ വന്നേക്കുമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റാണ്, കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ ഇതുപോലത്തെ ഒരു ഇതാണ് എടുത്തത്. ഇനി ഇപ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ളത് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചത്. ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് മിക്സ് ആയിട്ട്. കൂടാതെ ഇവിടെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഇതുണ്ട്. അവിടെ നേരത്തെ പോലെ കേക്ക്സും അവൈലബിൾ ആണ് അവിടെ. ഇതാണ് എടുക്കുന്നത്. ഇതാണോ എടുക്കുന്നത്? അത് കേക്കിന് വെക്കുന്നല്ലേ നീ? അത് വേണ്ട. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ അവള് കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു, പിങ്ക് ആയിട്ട് എടുത്തത്. നമ്മൾ ഈ ബോക്സാണ് ഇപ്പം എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. വീണ്ടും നമ്മൾ തിരിച്ചു പോകാൻ അടുത്ത സ്ഥലത്തോട്ട് പോകാണ്ടിരിക്കുകയാണ്. റിയാക്ഷൻ എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. സെലിബ്രിറ്റിയുടെ ഹസ്ബൻഡ്
ഇവിടെ നോക്കട്ടെ. ഇതാണെങ്കിൽ കറക്റ്റ് വേണ്ടി അങ്ങനെ ഫൈനലി എന്റെ ഈദ് ബിരിയാണി കഴിക്കുവാണ്. അങ്ങനെ ഇവിടെയും നിവിന്റെ ക്ലീൻ ഷേവിന്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ഫുൾ പാക്ഡ് ആണ് കേട്ടോ. ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളി ഈദ് സെലിബ്രേഷൻ ആണ്. വെറുതെ വീഡിയോ അങ്ങനെ ഈ ഒരു ഫോട്ടോയോട് കൂടി ഇവിടുത്തെ ഈദ് പരിപാടിയും അവസാനിച്ചു. നമ്മൾ ഇറങ്ങുവാണ്. അതിനിടക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കാഫോറി കയറി രാവിലത്തെ സെലറി ജ്യൂസിനുള്ള സെലറിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്